പോലെ പൊട്ടന്മാരല്ല കുളത്തിലുള്ള മീനുകൾ. ഇവയെ വെച്ചാലും ഞങ്ങൾക്ക് മനസ്സിലാക്കും. അപ്പഴാ അവന്റെ ഒരു ചിമ്പ, തടിമുടുക്കുള്ള വല്ല മീനുമുണ്ടോ ഈ കുളത്തിനകത്ത്? ഉണ്ടെങ്കിൽ ഒന്ന് എന്റെ അടുത്തെത്തിക്ക്, നമുക്ക് വേണ്ട പോലെ കാണാം. ഇവനിട്ടൊരു പണി കൊടുക്കാം. നീ ഇവിടെ നില്ല്, ഞാൻ ഇപ്പൊ വരാം. ഓക്കെ, കോളടിച്ചു പോലെ. അതെ ചേട്ടാ, കരയിലൊരുത്തൻ ചൂണ്ടയുമായി വന്നിട്ടുണ്ട്. ചൂണ്ടയിട്ട് നമ്മുടെ കൂട്ടുകാരെ പിടിക്കാനാ അവന്റെ ശ്രമം. ഓഹോ, ഏതവനാടാ അത്? എന്റെ പിള്ളേരെ തൊട്ടാൽ അവന്റെ കഥ ഞാൻ കഴിക്കും. എന്നാ മുകളിലോട്ട് വാ, ഞാൻ കാണിച്ചു തരാം. ഇവനെവിടെ പോയി? ഡേയ്, ദാ ഈ കുളത്തിലെ ഏറ്റവും വലിയവൻ. ഇവനെ കിട്ടിയാൽ ഒരാഴ്ചത്തേക്കുള്ള ശാപ്പാട് കുശാലാക്കാം. മീനേട്ടാ, ഒന്ന് കരയിലേക്ക് വരുമോ? ഞാനൊരു സൂത്രം കാണിച്ചു തരാം. ഓ, അതിനെന്താ, ഇപ്പൊ വരാലോ. അയ്യോ, എന്റെ തല കറങ്ങുന്നേ. മേലാൽ ചൂണ്ടയുമായി ഈ കുളത്തിന്റെ പരിസരത്ത് കണ്ടുപോകരുത്. പോ പോ. ഈ ചിങ്കമ്മീനിന്റെ കുളത്തിലാ അവന്റെ ഒരു ചേട്ടൻ. വാ പോവാ. അയ്യോ, ഇനിയിപ്പോ വായ്ക്ക് രുചിയുള്ള മീൻ കഴിക്കാൻ നാട്ടിലെ മീൻ ചാപ്പയിൽ പോകലേ വഴിയുള്ളൂ. കണ്ണീന്ന് പൊന്നീച്ച പറക്കുന്നല്ലോ. എന്തു പറ്റി ചിമ്മു? അയ്യോ, വയ്യേ. എന്താടാ, നീ കാര്യം പറ. ഒന്നും പറയണ്ട ഫ്രീക്കു. ഇന്നലെ ഉറക്കത്തിൽ മീൻ ഇലയിലിട്ട് ഉപ്പും മുളകും ചേർത്ത് പൊള്ളിച്ച് കഴിക്കുന്നത് സ്വപ്നത്തിൽ കണ്ടിരുന്നു. എന്നിട്ടോ? രാവിലെ എഴുന്നേറ്റപ്പോഴാ സ്വപ്നമാണെന്ന് മനസ്സിലായത്. സ്വപ്നം തീർന്നെങ്കിലും മീൻ കഴിക്കാനുള്ള കൊതി തീർന്നില്ല. അതുകൊണ്ട് മീനിനെ ചൂണ്ടയിടാൻ വന്നതായിരുന്നു ഇവിടെ. എന്നിട്ട് കിട്ടിയോ? കിട്ടി. ആണോ? എന്നിട്ട് എവിടെ? എനിക്കും തരണേ. മീനിനെ അല്ലടാ കിട്ടിയത്, മീനിന്റെ ഇടി എനിക്കു കെട്ടി. മേലാൽ ഈ പരിസരത്ത് കണ്ടുപോകരുതെന്നും പറഞ്ഞു. ബെസ്റ്റ്. എന്ത് ബെസ്റ്റ്? നീയൊക്കെ സുഹൃത്താന്നും പറഞ്ഞ് നടന്നോ ഇങ്ങനെ? കേവലം ഒരു പീറ മീനാണ് എന്നെ ഇടിച്ചത്. ഓഹോ, എടാ ഒടങ്കൊല്ലി മീനെ, ധൈര്യമുണ്ടെങ്കിൽ മുകളിലോട്ടൊന്ന് വാടാ. അടിച്ചു നിന്റെ മോന്തയുടെ ഷേപ്പ് ഞാൻ മാറ്റും. ഞങ്ങളുടെ ജിമ്മുനെ തൊട്ടാൽ അക്കളി തീക്കളി സൂക്ഷിച്ചോ. ഏതവനാടാ ഡയലോഗ് അടിക്കുന്നേ? അത് ഫ്രീക്കുവിന്റെ ശബ്ദമാ. ഡയലോഗ് അടി മാത്രമേ ഉള്ളൂ. ആളൊരു മണ്ടനാ. ആർക്കാടാ എന്റെ ധൈര്യം കാണേണ്ടത്? എടാ ജിമ്മു, ഇതാണോ നീ പീറ മീനെന്നൊക്കെ പറഞ്ഞത്? ഇവനെ കണ്ടിട്ട് കീരിക്കാടൻ ജോസിനെ പോലുണ്ടല്ലോ.